ആ ഭ്രാന്ത് പിടിച്ച ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന പ്രദേശം. ഇല്ലടാ വേപ്പട്ടിയായി. അയ്യാ ഫോൺ പോക്കറ്റിലിട്. 2, 3 സ്റ്റാർട്ട്. അങ്ങോട്ടാണ് ലഞ്ച് 12 അത് നമുക്ക് കഴിച്ചിട്ട് കയറാം അല്ലേ? ആ ആ ശരി 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 ആണോ? ഓ ഓക്കെ ശരി ശരി ശരി. അങ്ങോട്ടാ പോണ്ടേ? കുളമാവ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കയറുന്നുള്ളൂ. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ സ്ഥലമുണ്ട് അങ്ങോട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുളമാവിന് പോകുന്ന വഴി ഹോട്ടൽ ശിവമയം എന്ന് പറഞ്ഞ ഷോപ്പാണ്. ആക്ച്വലി ഈ ഹോട്ടൽ ഇവിടെ കുറച്ച് ഫേമസ് ആണ്. നമ്മുടെ ഫിലിം സ്റ്റാർസൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനച്ചാറാണ് കേട്ടോ. പിള്ളാച്ചൻസ് പിക്കിൾസ്, ഒറിജിനൽ പിള്ളാച്ചൻസ് പിക്കിൾസാണ് ഇവിടുത്തെ ഫേമസ്. അതിനകത്ത് നമ്മുടെ കുറച്ച് ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംഭവം ഒന്ന് കയറി കാണാം. പിള്ളാച്ചൻ്റെ കട എന്നാണ് പേര്. മുകളിലിരിക്കാം. ആ ഓക്കെ ഗായ്സ്, ഇവിടെ ഫിലിം സ്റ്റാർസിൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. മുകളിൽ വെക്കടാ. ലിജോ ജോസ്, സുരാജ്, കൈ പിള്ളാച്ചൻ്റെ സ്പെഷ്യൽ കൂട്ടിൽ മെഗാസ്റ്റാറും വീണു. വാർത്തയിലൊക്കെ വന്നിട്ടുള്ള കടയാണ്. മുകളിലിരിക്കാന്ന് മുകളിൽ. പുള്ളിയുടെ വാർത്തകളൊക്കെ വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇവിടുത്തെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഗായ്സ്. അപ്പം നമ്മൾക്ക് ഫുഡ് വന്നു. അപ്പം നല്ല ചോറുണ്ട്, സൈഡ് കറികളുണ്ട്, മോരുകറി ഉണ്ട്, കാട്ടുമാങ്ങ അച്ചാറെന്നൊക്കെ പറയുന്നുണ്ട്. ആണല്ലേ, കാട്ടുമാങ്ങ അച്ചാറ്. പിന്നെ എന്താ പറയുക, നമുക്ക് വിശപ്പിൻ്റെ കാഠിന്യം മൂലം ചോറിന് വന്നപ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. വന്നവിടെ എടുത്ത് അടിക്കണായിരുന്നു. അപ്പം പുള്ളിയുടെ സ്പെഷ്യൽ ഐറ്റം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ അത് കാണിച്ചു തരാം. ഇതെല്ലാം
ജസ്റ്റ് കുളമാവ് ഡാമിൻ്റെ അതിലാണ് വന്നത്. അപ്പോൾ അവിടെ ഒരു പോലീസുകാർ നമ്മളെ കണ്ടു. നമ്മുടെ കയ്യിൽ ഗോപ്രോയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടി ഒരു ഇൻഫർമേഷൻ പറയുകയാണ്, ഒരിക്കലും ആ ഡാമിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല, അത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഓ മാൻ, നന്ദി. വീണ്ടും വരിക കോട്ടയം ഫോറസ്റ്റ് ഡിവിഷൻ. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഗ്രീൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടിൻ്റെ വഴിയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക, ഗ്രീൻബർഗ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കുള്ള വഴി കൂടിയാണ് നമ്മൾ കയറുന്നത്. ഓഫ് റോഡൊന്നും അല്ല, മുന്നിൽ അവിടെ ഒരു തേയിലത്തോട്ടം കാണുന്നുണ്ട്, അടിപൊളി. ഓ മച്ചന്മാർ നിൽക്കേ, പൊള്ളി. നമ്മളൊരു കാടിൻ്റെ ഒരു ടൈപ്പ് ഓഫ് റോഡിലേക്ക് കയറി. നമ്മളൊരു പുൽമേട്ടിലേക്കാണ് കേട്ടോ അപ്രോച്ച് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയൊരു ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഓഫ് റോഡിൻ്റെ പെരുന്നാളാണ് ഇവിടെ. നിസ്സാര ഓഫ് റോഡേ ഉള്ളൂ. അകത്തേക്കൊക്കെ കുറേ വഴി കാണാം കേട്ടോ. നമ്മൾ ഏതോ ഒരു കാട്ടിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന ഫീലാണ് ഇതിൽ കയറി പോകുമ്പോൾ. ഞാൻ ആദ്യം പറഞ്ഞാൽ നമ്മളൊരു ചെറിയ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് പോകുന്നത്. ആക്ച്വലി നെക്സ്റ്റ് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഓ, ഒരു മരം ഇവിടെ വീണ് കിടന്നുണ്ടായിരുന്നു. അത് ഓ നൈസ്. ഇതേതാ വഴി? ഇതിലാ? ഓ ഗായ്സ്, പൊളി സാധനം. തെരുവപ്പുല്ലാണ് കേട്ടോ. ഒരു പുൽമേടിൻ്റെ അകത്തേക്ക് കയറിപ്പോയ ഫീലാണ്. ഓ ഗായ്സ്, ഇവിടത്തോടൊരു വഴി കഴിഞ്ഞു. അയ്യോ, നല്ലൊരു കിഡിലോസ്കി വ്യൂ ആണ് ഇവിടുന്ന്. അയ്യോ എൻ്റെ പൊന്നെ, പുല്ല്. ഓ പൊളി.
നൈസ് ഒരു വ്യൂ കേട്ടോ. ഓക്കെ, എടാ ഷമീജ് പോട്ടെ, ഷമീജ് പോട്ടെ. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കയറുവാണ്. എൻ്റെ പൊന്നോ, അവിടെ നല്ലൊരു കല്ലുണ്ടല്ലോ. ഓ, silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? So if I play dead, will you read? മരത്തിൻ്റെ അവിടെയാ? ഞാൻ അവിടെ മുള്ളുകമ്പിയാടാ. ആ പണിയാടാ, അതാ പിടിക്കണേ. ഓക്കെ, ഏത് ഓഫ് റോഡ് ചെയ്താലും പട്ടിനെ പോലെ ആവും. ആക്ച്വലി നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പൊള്ളി ഫുഡ് കഴിച്ചതാ, പക്ഷേ വയറ് ടമ്പറ ഗായ്സ് നമ്മളിപ്പോൾ അയ്യോ അതെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു തണൽ കിട്ടി, അവിടെ ഇരിക്കുക. ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു എന്തായിരുന്നു പറഞ്ഞാൽ കുളമാവിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളൊരു മലയിലാണ്. ഇതിന് പ്രത്യേകിച്ച് അതൊരു മുട്ടക്കുന്നാണ്, ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അവിടെ നിങ്ങൾക്ക് കുളമാവ് ഡാം കാണാം കേട്ടോ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ പൊളിയാണ്. ഗോപ്രോയിൽ അത്ര വിസിബിൾ ആയിരിക്കത്തില്ല, പക്ഷേ നമ്മുടെ ഹ്യൂമൻ ഐയിൽ ഒരു രക്ഷയില്ല. പൊളി സാധനം. ഇല്ലടാ വേപ്പട്ടിയായി. അമ്മ, ഓ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അതിനുള്ളതാണ് ഇല്ലടാ നിനക്ക്. നീയാണ് വണ്ടി തള്ളി അവിടെ കയറ്റാന്ന് പറഞ്ഞത്. കയറ്റമൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ വണ്ടികൾ അവിടെ ഉണ്ട്. എൻ്റെ വണ്ടി ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറ്റാൻ പറ്റുമോ നോക്കിയതാ. ആ മരത്തിന്റെ തണല് ഞങ്ങൾ എൻ്റെ വണ്ടി ഇത് ഇവിടെ വരെ കൊണ്ട് കയറ്റി വെച്ച്. അയ്യാ കാല് വരത്തിനിപ്പോൾ
നമ്മുടെ ബൂട്ട് പിന്നെ ആൻറ്റിസ്കിട്ട് ആയതുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങോട്ട് ഏതൊരു താറുകാരൻ കയറ്റിയേക്കുന്ന, പക്ഷേ വഴിയില്ലടോ, അത് പുല്ല. തിരിക്കാം, അമ്മരിറങ്ങി. ഞാൻ പുറകെ വരണോ? എന്നെ കൊണ്ട് വയ്യ. ഒരു മിനിറ്റ്. ആ ഇറങ്ങിക്കോ, അവിടെ വന്നോ. 5 minutes later. ഒരു മിനിറ്റ്. ആ അങ്ങനെ അയ്യാ, ഫോൺ പോക്കറ്റിലിട്. സ്റ്റാൻഡ് ഇവിടെയാണ്. ഞാൻ അവിടെ വരാം. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് പിടിക്കാം. അതാ നീ നല്ല ചെരിഞ്ഞ് കിടക്കുന്നത്. എന്താണ്? ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒരു ആ ഒന്നുകൂടെ ചെരിഞ്ഞിട്ടേ പിന്നെ നമുക്ക് കറക്കി എടുക്കാം. ഓക്കെ അല്ലേ? റെഡി 2 3 സ്റ്റാർട്ട്. നിൽക്ക്, ഞാൻ ഒന്ന് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാം. നീ അവിടെ പോയി അവിടെ നിൽക്ക്, എൻ്റെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതുണ്ട് ഇവിടെ പിടിക്കാൻ സാധനമില്ലല്ലോ. ഓക്കെ, നീ അവിടെ അയ്യോ എടാ, വെയിറ്റ് പിടിക്കടാ. എൻ്റെ ഒരു കാര്യം ചെയ്യാം. ആടാ, അയ്യോ എന്ത് കിടക്കട്ടെ. സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറ്റുമോ നോക്കി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ പുൽമേട്ട് വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി വീഡിയോ പറഞ്ഞിട്ടുണ്ട്. മൊത്തം കണ്ടവർക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും എനിക്കറിയാവുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങുവാണ്. മോട്ടോ ഇറങ്ങിപ്പോയി. ഇനി എൻ്റെ ടേണാണ്. ഫസ്റ്റ് ഇയറിൽ തന്നെ എൻ്റെ പൊന്നെ ഗായ്സ്, നിങ്ങൾ കണ്ടല്ലോ എൻ്റെ പൊന്നോ, ഒരു 1.5 ടാസ്ക് ആയിരുന്നു. എന്താ പറയുക, ശരിക്കും അടുത്ത് കതച്ച് പണ്ടാറടങ്ങിപ്പോയി. അപ്പോൾ ഇതുപോലത്തെ ടാസ്ക് ഇനിയും ചെയ്യും ഗായ്സ്, എത്ര മടുത്താലും ഇനിയും ചെയ്യും. കാരണം ഇത് കിട്ടുന്നൊരു ത്രില്ല് വേറെ ഒന്നിലും കിട്ടത്തില്ല. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും അടുത്ത്, എല്ലാവരും അവിടെ സൈഡായി. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി. അപ്പോൾ ഗായ്സ്, ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയണേ, നമ്മുടെ ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഈ അഡ്വഞ്ചർ റൈഡ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഗായ്സ്, ഇതുപോലുള്ള ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.